മലപ്പുറത്ത് നിന്ന് അരുൺ അമർനാഥ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങൾ അതിൻ്റെ ഒരു പൊളിറ്റിക്സും പശ്ചാത്തലവും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളാകെ കേരളമാകെ ചർച്ച ചെയ്യുന്നതാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ വോട്ടെടുപ്പ്, എങ്ങനെ പുരോഗമിക്കുന്നു? നല്ല തിരക്കാണോ എല്ലായിടത്തും? ഒരുപക്ഷെ ഇവിടുത്തെ പോരാട്ടം അത്ര ഗ്ലാമർ അല്ല എന്നൊരു വിശേഷണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മലപ്പുറത്തിൻ്റെ ഒരു ഊർജ്ജം അത് തുടക്കം മുതൽ തന്നെ നമുക്ക് ഈ പോളിംഗ് ബൂത്തിൽ കാണാൻ സാധിക്കും. അതാണ് മലപ്പുറത്തിൻ്റെ ഒരു ശൈലി പൊതുവെ പറയുകയാണെങ്കിൽ. കഴിഞ്ഞ ഈ വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലമ്പൂർ, ഏറനാട്, വണ്ടൂരും 80% മുകളിലായിരുന്നു പോളിംഗ്. മലപ്പുറത്തും പൊന്നാനിയിലും ഇപ്പോൾ 1/4%, ആകെ വോട്ടർമാരിൽ 1/4% മുകളിൽ ആളുകൾ ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. മലപ്പുറത്തും പൊന്നാനിയിൽ 25% മുകളിലായിട്ടുണ്ട്. നമുക്കറിയാം എങ്ങനെയായാലും ഈ പ്രചാരണം ഉൾപ്പെടെ കലാശക്കൊട്ടിന് വരെ കണ്ട ആ ഒരു അന്തരീക്ഷമുണ്ട്. അത്രമേൽ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ്, ഈ പ്രചാരണം തന്നെയാണ് എന്തായാലും ഇരു മുന്നണികളും കാഴ്ചവെച്ചത്. ഇടതുപക്ഷവും രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയതായിരുന്നു മണ്ഡലത്തിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. വസീഫിൻ്റെയൊക്കെ ഉറക്കമൊഴിച്ചുള്ള ആ ഒരു പ്രചാരണ രീതി തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ രീതിയിൽ പോരാട്ടം ഏകപക്ഷീയമാണെന്ന് പറയുമ്പോഴും അത്തരത്തിൽ ഈ പ്രചാരണത്തിനും ആവേശത്തിനും ഒന്നും ഒരു കുറവുണ്ടായില്ല. അതേ ഊർജ്ജം വോട്ടർമാരിൽ നിന്നും കാണുന്നു എന്ന് തന്നെയാണ് മലപ്പുറത്തും പൊന്നാനിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞതാണ്, കണക്ക് നിരത്തിയാണ് പറഞ്ഞത്. മലപ്പുറത്ത് 2 ലക്ഷത്തിന് മുകളിൽ, പൊന്നാനിയിൽ 1.5-ക്കും 2-നോടും അടുത്തായി ഭൂരിപക്ഷം ഉണ്ടാകും എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റും നടത്തിയിരിക്കുന്നു. ആ രീതിയിൽ മുന്നണികൾക്ക് എന്തായാലും വ്യക്തമായ കണക്കുകൂട്ടലുണ്ട്. ഒപ്പം തന്നെ വോട്ടർമാർ കൂടുതൽ സമയം ഉച്ചയോടടുക്കുമ്പോൾ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് മലപ്പുറത്തും പൊന്നാനിയിലുമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോയാലോ? രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം, ആനി രാജ മറ്റൊരു ദേശീയ നേതാവ്, കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന മണ്ഡലം, 2 പേർക്കുമെതിരെ കെ സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലം. കമൽ, ആവേശം എത്രത്തോളം പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നവരിൽ? മധു, വലിയ ആവേശം തന്നെയാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണുന്നത്. രാവിലെ നീണ്ട ക്യൂ ആണ് മിക്ക ബൂത്തുകളിലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉച്ച സമയത്ത് അല്പം കുറഞ്ഞിട്ടുണ്ട് ക്യൂ. വെള്ളിയാഴ്ചയാണ്, ജുമയുടെ സമയമൊക്കെ ആകുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാവിലെ വലിയ ആവേശമായിരുന്നു. 12 മണിയോടെ തന്നെ 28% പിന്നിട്ടിരിക്കുന്നു വയനാട്ടിലെ പോളിംഗ് എന്നതാണ്. രാവിലെ 7 മണിക്കൊക്കെ നമ്മൾ ബൂത്തിലെത്തുമ്പോഴേക്ക് 6 മണിക്ക് തന്നെ ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്ന കാഴ്ചയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. മാത്രമല്ല പ്രചാരണവും അത്രയും ആവേശത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഈ LDF സ്ഥാനാർത്ഥി ആനി രാജയൊക്കെ ദിവസങ്ങളോളം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് അത്രയും ശക്തമായ പ്രചാരണമാണ് നടത്തിയത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസും അരയും തലയും മുറുക്കി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. ആ ആവേശം പോളിംഗിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ 80%-ലധികമായിരുന്നു പോളിംഗ്. ഇത്തവണയും ആ ഒരു ശതമാനത്തിലേക്ക് പോളിംഗ് എത്താനുള്ള സാധ്യതയാണ് ഈ രാവിലത്തെ തിരക്ക് കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്.